കൃഷ്ണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ ബലമായിട്ട് വീണ്ടും അർജുനെ പിടിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ശാലിനി വീണ്ടും തടയുകയാണ്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, ശാലിനി നീ ഓർക്കണം, നീ സത്യഭാമയോടാണ് വെല്ലുവിളിക്കുന്നതെന്ന്. അന്നേരം പ്രീതിയുടെ ജീവന് വേണ്ടി സത്യാമ്മയോടെന്നല്ല ആരോടും ഞാൻ വെല്ലുവിളിക്കുമെന്ന് ശാലിനി തറപ്പിച്ച് പറയുകയാണ്. വീണ്ടും അർജുനെ ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരാനായിട്ട് സത്യഭാമ ശ്രമിക്കുമ്പോൾ ഷാജിയിൽ നിന്നും പിസ്റ്റൺ വാങ്ങുകയാണ് ഹേമലത. എന്നിട്ടത് പിറകിൽ ഒളിപ്പിച്ച് വച്ച ശേഷം സത്യഭാമയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, ശാലിനി ജീവിച്ചിരിക്കുമ്പോൾ വിവാഹം നടക്കില്ല എന്ന് ശാലിനിയും സത്യഭാമ മരിക്കണം, സത്യഭാമയുടെ വാക്ക് പാലിക്കാതിരിക്കണമെങ്കിലെന്ന്. അപ്പോൾ ഒരു ജീവൻ അങ്ങ് പോട്ടെ അല്ലേ എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ നേർക്ക് തോക്ക് ചൂണ്ടുകയാണ് ഹേമലത. അന്നേരം നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്നും പറഞ്ഞ് അർജുൻ അത് മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ അർജുനെ അങ്ങ് ബലമായിട്ട് പിടിച്ചു വയ്ക്കുകയാണ് ഷാജി. അന്നേരം സത്യഭാമ ചെറുതായിട്ടൊന്ന് അമ്പരന്ന് നിൽക്കുന്നുണ്ട്. തുടർന്ന് ഹേമലത ശാലിനിയോട് പറയുകയാണ്, ജീവൻ പോകേണ്ടത് നിന്റെ അല്ല, ഇവളുടെയാണ് എന്ന് പറഞ്ഞ് പ്രീതിക്ക് നേരെ തോക്ക് ചൂണ്ടുകയാണ്. നിന്റെ ജീവൻ അങ്ങ് പൊലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വത പരിഹാരമാകുമല്ലോ എന്നും പറഞ്ഞ് ഹേമലത പ്രീതിക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്. അന്നേരം ആകെ വിഷമിച്ച് അങ്ങ് സങ്കടത്തോടെ പരിഭ്രമിച്ച് നിൽക്കുകയാണ് പ്രീതി. തുടർന്ന് പ്രീതിയുടെ നേരെ ഹേമലത തോക്ക് ചൂണ്ടി നിൽക്കുമ്പോൾ സത്യഭാമയുടെ ഭാവം മാറുകയാണ്. പ്രീതിയുടെ മുമ്പിലേക്ക് നിന്നിട്ട് ഭാമ പറയുന്നുണ്ട്, ഹേമലതെ നീ തോക്ക് ചൂണ്ടി നിൽക്കുന്നത് സത്യഭാമയുടെ മകൾക്ക് നേരെയാണ് എന്നോർക്കണമെന്ന്. അന്നേരം ആർക്ക് നേരെ ആയാൽ എന്താ സത്യഭാമയെ തോക്ക് ചൂണ്ടിയിരിക്കുന്നത് ഹേമലതയല്ലേ എന്ന്. അന്നേരം ഈ നിമിഷം ആ തോക്ക് എൻ്റെ കാൽ ചുവട്ടിൽ വെച്ച് മാപ്പ് പറഞ്ഞാൽ നിന്നോട് ഞാൻ ഒരു പക്ഷേ ക്ഷമിച്ചെന്നിരിക്കും എന്ന് പറയുമ്പോൾ അതിന് ഹേമലത വേറെ ജനിക്കണം, തൽക്കാലം നിന്റെ മകള് പരലോകത്തേക്ക് അങ്ങോട്ട് പറന്നു പോകട്ടെ എന്നും പറഞ്ഞ് വീണ്ടും ആ തോക്ക് പ്രീതിക്ക് നേരെ ചൂണ്ടി നിൽക്കുകയാണ് ഹേമലത. തുടർന്ന് തോക്ക് ഇങ്ങോട്ട് താടിയെന്നും പറഞ്ഞ് ഹേമലതയുടെ കൈ പിടിക്കുകയാണ് സത്യഭാമ. തുടർന്ന് അവിടെ രണ്ടുപേരും തമ്മിൽ പിടിവലി നടക്കുന്ന ആ കറക്റ്റ് ടൈമിൽ തന്നെ വിഷ്ണു പോലീസിനെയും കൂട്ടി എത്തുന്നുണ്ട്. വിഷ്ണു അങ്ങനെ ഒന്ന് അമ്മയെന്ന് വിളിക്കുമ്പോൾ സത്യഭാമ വിഷ്ണുവിനെ അങ്ങ് നോക്കുന്ന ആ സമയത്ത് തന്നെ സത്യഭാമയെ തള്ളി അങ്ങ് മാറ്റുന്നുണ്ട് ഹേമലത. എന്നിട്ട് അപ്പോൾ നീ പോകാൻ റെഡി ആയിക്കോ എന്ന് പറഞ്ഞിട്ട് പ്രീതിക്ക് നേരെ തോക്ക് ചൂണ്ടി ഹേമലത നീക്കുകയാണ്. അന്നേരം വിഷ്ണു അങ്ങോട്ട് അടുക്കാനായിട്ട് വരുമ്പോഴേക്കും ഹേമലത വെടിവെക്കുകയാണ്. പക്ഷേ പ്രീതിയെ തള്ളി മാറ്റി അവിടേക്ക് ശാലിനി നിൽക്കുകയാണ്. തുടർന്ന് വെടിയേൽക്കുന്നത് ശാലിനിക്കും. വെടിയേക്കുന്ന ശാലിനി പ്രീതിയുടെ കൈകളിലേക്ക് അങ്ങ് താഴേക്ക് വീഴുകയാണ്. അന്നേരം ശാലിനി എന്നും പറഞ്ഞ് അലറി കരഞ്ഞുകൊണ്ട് വിഷ്ണു ഓടി അടുക്കുകയാണ്. ഈ സമയത്ത് ഹേമലതയുടെ ആൾക്കാർ വിഷ്ണുവിനെ തടയാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരെയൊക്കെ അടിച്ച് മാറ്റിയിട്ട് ഓടി ശാലിനിയുടെ അടുത്തേക്ക് വിഷ്ണു വരുന്നുണ്ട്. അങ്ങ് കരയുകയാണ് വിഷ്ണു, ശാലിനി ശാലിനി എന്നും പറഞ്ഞ്. വെടിയേറ്റ ശാലിനിയാണെങ്കിൽ വിഷ്ണു ഏട്ടാന്നും പറഞ്ഞ് പ്രീതിയുടെ കൈകൾ കിടന്ന് വിളിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ബലമായിട്ട് പിടിച്ചിരുന്ന ആ ഷാജിയും തട്ടിമാറ്റി അർജുനും എത്തുകയാണ്. അന്നേരം ഈ വാർത്ത കണ്ടങ്ങ് സന്തോഷമാവുകയാണ് സുസ്മിതയ്ക്ക്. ദൈവമേ, ഞാനിത് എത്ര ആഗ്രഹിച്ചതാണ് ഈ കാഴ്ച കാണാനായിട്ട്, ദൈവം എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നൊന്നും പറഞ്ഞങ്ങ് സന്തോഷഭാവത്തിൽ സുസ്മിത നിൽക്കുന്നുണ്ട്. പക്ഷേ ശാലിനിക്ക് വെടിയേറ്റ് കിടക്കുന്നതങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ് സത്യഭാമയും. തുടർന്ന് ആകെ ദേഷ്യപ്പെടുന്ന വിഷ്ണു ഇവളെ ഇന്ന് ഞാൻ എന്നും പറഞ്ഞ് ഹേമലതയുടെ നേർക്ക് അടുക്കാൻ തുടങ്ങുമ്പോൾ ശാലിനിയും കൈകറി പിടിക്കുകയാണ്. വിഷ്ണുവേട്ടൻ കുറച്ച് സമയം എൻ്റെ അടുത്ത് നിൽക്കുമെന്നും പറഞ്ഞ് ആ രക്തം പുരണ്ട കൈകളുണ്ട് വിഷ്ണുവിൻ്റെ കവിളിലൊക്കെ അങ്ങ് ശാലിനി പിടിക്കുന്നുണ്ട്. അന്നേരം ഹേമലത അങ്ങ് നോക്കി നിൽക്കുകയാണ്. തുടർന്ന് അർജുൻ പറയുന്നുണ്ട്, വിഷ്ണു നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന് എടുക്കുമെന്ന് പറയുമ്പോൾ വിഷ്ണു ശാലിനിയെ അങ്ങ് വാരിയെടുക്കുകയാണ്. തുടർന്ന് അവർ ശാലിനിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. തുടർന്ന് ഹേമലതയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. പോകാൻ നേരം ഹേമലത ഗോപിപിള്ളയോട് പറയുന്നുണ്ട്, ആ താലിയും ഹാരവും സൂക്ഷിച്ചു വച്ചേക്കണം, റോഷ്നിയുടെയും അർജുൻ്റെയും കഴുത്തിലിടാനുള്ളതാണ്. അതിലെ പൂവുകൾ വാടുന്നതിന് മുമ്പേ ഈ ഹേമലത മടങ്ങി എത്തിയിരിക്കുമെന്ന്. അത് വസുമതി കുഞ്ഞമ്മയോടും പറയുന്നുണ്ട്. വസുമതി കുഞ്ഞമ്മയും കേൾക്കാനായിട്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന്. തുടർന്ന് പോലീസുകാരോടൊപ്പം ഹേമലത പോവുകയാണ്. ഇതേസമയം ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ശാലിനിയെ സ്ട്രക്ചറിൽ കൊണ്ടുപോകുമ്പോൾ വിഷ്ണുവിൻ്റെ കൈ ഇറുക്കി പിടിച്ചിരിക്കുകയാണ്. രക്തമായിട്ടുണ്ട് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും ഒക്കെ കൈകൾ. സത്യഭാമയും സുസ്മിതയും അർജുനും പ്രീതിയും ഒക്കെ കൂടെയുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ വിഷമിച്ച് നടക്കുന്ന വിഷ്ണുവിനെ ആശ്വസിപ്പിക്കാനായിട്ട് അർജുൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിഷ്ണുവിൻ്റെ ആ മുഖഭാവം കാണുമ്പോൾ അർജുനും അങ്ങ് സങ്കടമാവുകയാണ്. തുടർന്ന് സത്യഭാമ ചെന്ന് വിഷ്ണു എന്നും പറഞ്ഞ് തോളിൽ പിടിക്കുമ്പോൾ ആ കൈ അങ്ങ് തട്ടി മാറ്റുകയാണ്. എന്നിട്ട് സത്യഭാമയ്ക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ് വിഷ്ണു. അന്നേരം നിങ്ങൾക്കിനി എന്താണ് വേണ്ടത്? എന്ത് കാണാനാണ് നിങ്ങളിവിടെ നിൽക്കുന്നത്? നിങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്തിട്ടും മതിയായില്ലേ? അവിടെ വീട്ടിൽ ഒരു പാതി ജീവൻ ശരീരം ഇരിപ്പുണ്ട് എൻ്റെ അച്ഛൻ.
പിന്നെ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു ജീവൻ കിടപ്പുണ്ട്, എൻ്റെ ഭാര്യ, ആരെന്ത് ചെയ്താലും നിങ്ങൾക്ക് ജയിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം ഇതിനൊക്കെ കാരണക്കാരി ഞാനാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, നിങ്ങൾ ഒരാളാണ് ഇതിനൊക്കെ കാരണം. അന്ന് പ്രീതിയുടെ വീട്ടിൽ ചെന്ന് നിങ്ങൾ ബഹളം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവളുടെ വിരൽത്തുമ്പ് പിടിച്ച് ഒരു കുഞ്ഞ് നടന്നേനെ, എൻ്റെ അച്ഛൻ വീൽ ചെയറിലേക്ക് വീടില്ലായിരുന്നു, നിങ്ങളാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞങ്ങ് സത്യഭാമയ്ക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ് വിഷ്ണു. തുടർന്ന് വിഷ്ണുവിൻ്റെ ചോദ്യങ്ങൾക്ക് സത്യഭാമയ്ക്ക് മറുപടി ഇല്ലാതെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ശാലിനിയെയും പ്രീതിയെയും മുറിയിൽ പൂട്ടിയിട്ടിട്ട് അർജുൻ്റെ 2ാം വിവാഹത്തിനായിട്ട് നിങ്ങൾ പോകുമായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്ത് പുണ്യമാണ് സമ്പാദിച്ചത്? അമ്മയ്ക്ക് പറയാനായിട്ട് എല്ലാം മറുപടി ഉണ്ടാകും. സത്യഭാമയുടെ വാക്ക് ഒലക്കയുടെ മൂട് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. കൂടെ നിർത്തേണ്ട മക്കളെ പോലും അകറ്റി നിർത്തിയിട്ട് നിങ്ങൾ എന്താണ് നേടിയത്? സ്വന്തം മക്കളുടെ മനസ്സെങ്കിലും നിങ്ങൾക്ക് കാണാമായിരുന്നു എന്നൊക്കെ വിഷ്ണു ചോദിക്കുമ്പോൾ വിഷ്ണു, നീ എന്താണ് പറയുന്നതെന്ന് നിനക്ക് ബോധ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ എന്താണ് പറയുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സ്വന്തം മകളുടെ കുഞ്ഞിനെ കൊന്നു എന്നുള്ള ഒരു കുറ്റത്തിൽ നിങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൈവിലങ്ങിട്ട് കൊണ്ടുവന്നപ്പോൾ നെഞ്ചു പൊട്ടി കരഞ്ഞവനാണ് ഈ മോൻ. പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കുന്നില്ല. മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച യുദ്ധം ജയിക്കാൻ വേണ്ടി നീക്കുന്ന കരുക്കൾ മാത്രമാണ് നിങ്ങൾ ഞങ്ങളെ കാണുന്നത്. അതിനിടയ്ക്ക് ആർക്ക് വെട്ടുകൊണ്ടാലും വീണാലും ഒന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് ആകെ സങ്കടപ്പെട്ട് കരഞ്ഞു എന്ന് വിഷ്ണു ഉറക്കെ വിളിച്ചു പറയുകയാണ്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, അന്ന് പ്രീതിയുടെ കുഞ്ഞിനെ നശിപ്പിച്ച് നിങ്ങളാണോ എന്ന് എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു എന്ന് സത്യഭാമ ഉറക്കെ വിളിക്കുന്നുണ്ട്. അന്നേരം സുസ്മിത അതിലിടപെടുകയാണ്. സുസ്മിത ചോദിക്കുകയാണ്, വിഷ്ണുവേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? ശാലിനിക്ക് അബദ്ധത്തിലൊരു വെടിയേറ്റു എന്ന് കരുതി ഭാമാൻ്റെ ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തണമെന്ന്. അന്നേരം അങ്ങ് കണ്ണൊക്കെ കത്തി ചൊലിച്ചുകൊണ്ട് സുസ്മിതയുടെ നേരെ തിരികുകയാണ് വിഷ്ണു. നീ ഒരുത്തി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നും പറഞ്ഞ് സുസ്മിതയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ്. അങ്ങ് നന്നായിട്ട് ശ്വാസം മുട്ടുകയും വേദനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വിഷ്ണു ആണെങ്കിലും ബലമായിട്ട് പിടിച്ചിരിക്കുകയാണ്. അന്നേരം അർജുൻ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അർജുനെയും തള്ളി മാറ്റിയിട്ട് ചെയറിലേക്ക് സുസ്മിതയെ ഇരുത്തിയിട്ട് വിഷ്ണു കാല് ചെയറിലേക്ക് വെച്ചിട്ട് വീണ്ടും സുസ്മിതയുടെ കഴുത്തിനെ അങ്ങ് കുത്തിപ്പിടിച്ച് അങ്ങ് ഞെക്കുകയാണ്. പക്ഷെ ആരെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റി എന്നൊക്കെ സുസ്മിത വിളിച്ചു പറയുന്നുണ്ട്. അവസാനം ഒരുവിധം പണിവെട്ട് അർജുൻ വിഷ്ണുവിനെ പിടിച്ചു മാറ്റുകയാണ്. പക്ഷേ സുസ്മിതയെ ഇത്രയുമൊക്കെ വിഷ്ണു ആക്രമിച്ചിട്ടും സത്യഭാമയോ പ്രീതിയോ അങ്ങ് അനങ്ങാതെ നിൽക്കുകയാണ്. അർജുൻ മാത്രമാണ് പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിച്ചത്. തുടർന്ന് അർജുൻ പറയുന്നുണ്ട്, ഇത് ഹോസ്പിറ്റലാണ്, സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കണമെന്നൊക്കെ. തുടർന്ന് വീണ്ടും വിഷ്ണു ഇവള് കാരണമാണ് എന്നും പറഞ്ഞ് വീണ്ടും സുസ്മിതയുടെ കഴുത്തിനങ്ങ് ഞെക്കി പിടിക്കുകയാണ്. അന്നേരം വീണ്ടും അർജുൻ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴും ആദ്യമൊന്നും പറ്റുന്നില്ല. വീണ്ടും ഒരുവിധം വിഷ്ണുവിനെ പിടിച്ചു മാറ്റുകയാണ്. അന്നേരം സുസ്മിത ഓടി സത്യഭാമയുടെ പുറകിൽ നിൽക്കുകയാണ്. അന്നേരം ഇവളൊരാളാണ്, ഇവളെ കൊല്ലണം എന്നൊക്കെ വിഷ്ണു ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ ഇത് ഹോസ്പിറ്റലാണ്, അങ്ങനെ പാടില്ല എന്നൊക്കെ അർജുൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങ് പ്രീതി ഉറക്കനെ പറയുകയാണ്, കൊല്ലട്ടെ അർജുനേട്ടാ, അവൾ ചത്തൊടുങ്ങട്ടെ, സത്യഭാമയുടെ പാരമ്പര്യമാണെന്ന് തെളിയിക്കണമല്ലോ എന്ന്. അന്നേരം കണ്ണ് നിറഞ്ഞങ്ങ് നിൽക്കുകയാണ് സത്യഭാമ. ആരെ കൊന്നിട്ടായാലും നമ്മുടെ ഭാഗം ജയിക്കണമെന്നുള്ളതാണല്ലോ സത്യഭാമയുടെ പക്ഷം. ആ ചോരയുടെ ഗുണം കാണിക്കട്ടെ വിഷ്ണുവേട്ടൻ എന്ന് പ്രീതി പറയുമ്പോൾ മോളെ ഞാൻ എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് പ്രീതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ജീവന് വേണ്ടി മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു ജീവനകത്ത് കിടക്കുകയാണ്. ഞാനും സത്യഭാമയുടെ മകളായിട്ട് തന്നെയാണ് ജനിച്ചത്. പക്ഷേ ഏട്ടനും അമ്മയും ഒക്കെ നാട് ഭരിക്കുമ്പോൾ ഞാൻ കണ്ണീര് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. പക്ഷെ അത് കാണാനായിട്ട് നമ്മുടെ അമ്മയ്ക്ക് കണ്ണുണ്ടായില്ല. ഏട്ടൻ പറഞ്ഞതൊക്കെ സത്യമാണ്. പക്ഷെ അമ്മയെ എതിർത്ത് പറയാനായിട്ട് ഏട്ടൻ ധൈര്യപ്പെട്ടിട്ടില്ല. കാരണം ഭയമാണ്. ഭയവും അല്ല, അമ്മയാണല്ലോ ദൈവം. അതിനിടയിൽ ഏട്ടനെ നമ്മുടെയൊക്കെ ജീവിതം കാണാനായിട്ട് ശ്രമിച്ചിട്ടുമില്ല. ഏട്ടൻ കെട്ടിയ പെണ്ണ് നമ്മുടെ വീട്ടിൽ നിന്ന് മനസ്സ് തുറന്നൊന്ന് ചിരിക്കുന്നത് ഏട്ടൻ കണ്ടിട്ടുണ്ടോ? അതിനൊന്നും സമയമുണ്ടായിട്ടില്ല. ഏട്ടൻ കുറച്ച് സമയം അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞങ്ങ് തൊഴുത് പ്രീതി നിൽക്കുകയാണ്. അന്നേരം വിഷ്ണുവിനാകെ സങ്കടമാവുന്നുണ്ട്. പക്ഷെ സത്യഭാമ അതൊക്കെ കേട്ട് കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അവളെ ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം, എൻ്റെ ജീവനാണ് അവൾ രക്ഷിച്ചത്, അവളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ വയ്യ ഏട്ടാന്നും പറഞ്ഞ് പ്രീതി അങ്ങ് കരയുമ്പോൾ പ്രീതിയെ ചേർത്ത് പിടിച്ച് കരയുകയാണ് വിഷ്ണു. തുടർന്ന് അർജുനും സങ്കടം വരികയാണ്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക്